ഹലോ, നമുക്കിന്നൊരു അണ്ടർ സ്കേർട്ട് കട്ട് ചെയ്യാൻ പഠിക്കാം. ഈ അണ്ടർ സ്കേർട്ട് കട്ട് ചെയ്യുന്ന അതേ മോഡൽ തന്നെയാണ് ലെഹങ്കക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. പക്ഷേ ലെഹങ്കക്ക് കുറച്ചും കൂടി പീസുകൾ ജാസ്തി ഉണ്ടാവും. പിന്നെ അടിയിൽ ഫ്രില്ല് ഉണ്ടാവില്ല, അതിന് പകരം ലേസ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതെങ്ങനെയാ അളവെടുക്കുക എന്ന് നോക്കാം. നീളം എടുക്കുന്നു, ഈ ബാൻഡിന്റെ ഭാഗം മാറ്റി വെച്ചിട്ട് നീളം എടുക്കുന്നു. ബാൻഡിന് ഒരു 2 ഇഞ്ച് മാറ്റി വെച്ചിട്ട് ബാൻഡിന്റെ പകുതി മുതലാണ് എടുക്കുന്നത്. ഈ ബാൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ മടക്കി അടിച്ചതാ, അതുകൊണ്ട് ശരിക്കും നിൽക്കൂല, ഇങ്ങോട്ടെല്ലാം എത്തുമ്പോൾ മടങ്ങി പോയിട്ടുണ്ടാവും. അത് ബാൻഡ് നമ്മൾ വേറെ തന്നെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതിന് വേണ്ടി 2 ഇഞ്ച് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഇവിടം വരെയുള്ള ഫ്രില്ലിൻ്റെ നീളം എടുക്കണ്ട കേട്ടോ, ഫ്രില്ല് വേറെ തന്നെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ. അപ്പോൾ ഇതിവിടം വരെ 36 ഇഞ്ച് നീളം, 36. ഇനി വീതി എന്ന് പറയുന്നത് ഇതിങ്ങനെ മൊത്തമായിട്ട് അളന്നെടുക്കുകയല്ല ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഇതിപ്പം 19 ഉള്ളത്. പക്ഷെങ്കിൽ വീതി ഇങ്ങനെയാണ്, നമ്മൾ ഓരോ പീസായിട്ടാണ് അണ്ടർ സ്കേർട്ടിന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം വീതി ഇവിടം വരെ 6.5 വരുന്നു. 6.5 ഒരു പീസ് 6.5. 6.5ൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച്, 1/4 ഇഞ്ചാണ് നമ്മൾ ഉള്ളിൽ മടക്കി അടിക്കുന്നത്. 1/4 ഇഞ്ച് മാത്രമേ ഉള്ളിൽ മടക്കി അടിക്കാൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെയും 1/4 ഇഞ്ച്, ഈ സൈഡിലും 1/4 ഇഞ്ച് വരുന്നു. അതുകൊണ്ട് നമ്മൾ 7 ഇഞ്ച് വീതി എടുക്കുന്നത്. മേലത്തെ വീതി 7 ഇഞ്ച്. ഇനി താഴത്തെ വീതി താഴത്തത് ഒരു 10.25, 10.5 എടുക്കുന്നത് നമ്മൾ. 10.5ൻ്റെ കൂടെ 10.5 വീതിയായിട്ട് കൂട്ടുന്നു. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച്, അങ്ങനെ 11 ഇഞ്ച് വീതി. നീളവും വീതിയും കണ്ടുപിടിച്ചില്ലേ. ഇനി ബാൻഡിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ബാൻഡിനുള്ള വീതി 19.5. 19.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിള്. ഇവിടെ ഒരു 1.5 ഇഞ്ചിൽ ബാൻഡ് നമ്മൾ അടിയിലത്തെ ഫ്രില്ല് എന്ന് വെച്ചാൽ 2 തുണി ഒരുമിച്ച് വെച്ചിട്ട് മടക്കി അടിക്കുക ചെയ്യുക. 2 തുണിയാണിത്, 2 തുണി ഒരുമിച്ച് വെച്ച് മടക്കി അടിച്ചിട്ടാണ് ഫ്രില്ലാക്കി എടുക്കുന്നത്. അതിന് കിട്ടുന്ന എത്ര വീതി വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് തുണിയെടുക്കാം. തുണിയില മടക്കാൻ പഠിക്കാം നമുക്ക്. തുണീൻ്റെ 2 കരവശവും ഒരുമിച്ച്, 2 കരയില്ലേ, 2 കരയും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. നീളം 36, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ജാസ്തി എടുക്കുന്നു. അങ്ങനെ 36.5. ഇനി ഇവിടെയുള്ള 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ 11. എന്നിട്ട് ഇതാ ചെരിച്ച് കട്ട് ചെയ്യും. അതിലേക്ക് വരുന്ന വിധത്തിൽ അങ്ങനെ ഇത് ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. നേരെ ഓപ്പോസിറ്റാണ്. ഈ തുണീനെ ഈ നേരത്തെ കട്ട് ചെയ്തത് ഇങ്ങനെ, വലിയ വശം താഴെ, ചെറിയ വശം മേലെയായിട്ട്. ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. 3ാമത്തെ പീസ് ഫസ്റ്റ് കട്ട് ചെയ്ത പോലെ തന്നെ. ബാൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 ഇഞ്ച് വെക്കുന്നു. 1/2 ഇഞ്ച് അടിച്ച് പോകുന്നതെല്ലാം കഴിച്ചിട്ട് അടിച്ച് വരുമ്പോൾ ഒരു 2 ഇഞ്ചായി കിട്ടും. എന്നിട്ട് വീതി 10.5 വെച്ചിട്ട് എടുക്കുന്നു. കുറച്ച് മടക്കി എടുക്കേണ്ടിയിട്ടുള്ള ആ ഭാഗം കൂടി വെച്ചിട്ട് ഇതിലേക്ക് 5 അടയാളപ്പെടുത്തുന്നു. നീളം 5 ഇഞ്ച്, വീതി 10.5.
ഇത് ബാൻഡിന് വേണ്ടി കട്ട് ചെയ്തെടുക്കണം. ഇനി താഴത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇഞ്ചിൽ തുണി കട്ട് ചെയ്തെടുക്കുന്നു. ഒരു കഷ്ണം കൂടി ഇതുപോലെ തന്നെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നാടക്ക് വേണ്ടിയിട്ട് അത് അന്നേരം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പാവാട സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. ആദ്യം നമ്മൾ കരവശമുള്ള ഒരു തുണി എടുക്കുന്നത്, 2 കരവശം വെട്ടിയിട്ടില്ല, അതിലൊരു കരവശമുള്ള തുണി എടുക്കുന്നത്, അതുപോലെ മറ്റു വെട്ടിയെടുത്തിട്ടില്ല, അങ്ങനത്തെ ഒരു തുണി എടുക്കുന്നത്. എന്നിട്ട് നല്ലതും ഒരുമിച്ച് വെക്കുന്നത്, നല്ല വശവും ഒരുമിച്ച് വെച്ച്, ചീത്ത വശം ഇതും ചീത്ത വശത്ത് നമ്മൾ അടിക്കുന്നു. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ അടിച്ചതിന് ശേഷം ലാസ്റ്റ് ആ കരയുള്ള ഭാഗമില്ലേ, ആ കരയും അടിച്ചെടുക്കുന്നു. ഇത് ഈ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പതിച്ചടിച്ച് കളയാം. ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കാം. ഒരു കഷ്ണത്തിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാ സൈഡും പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ 2 കരവശവും കൂട്ടി വെച്ചിട്ട് കൂട്ടിയടിക്കുക, പകുതി മുതൽ. ഈ 2 സൈഡും കൂട്ടിയടിച്ചതിന് ശേഷം നല്ലതും വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ വെച്ചിട്ട് അടിക്കുക. ഈ സൈഡ് ഒന്ന് മടക്കി അടിക്കുക. ഇപ്പുറത്തെ സൈഡ് ബാൻഡ് ജാസ്തി ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ബാൻഡ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കട്ട് ചെയ്തിട്ട് അവിടെ മടക്കി അടിക്കാം. എന്നിട്ട് ഈ പാവാടേൻ്റെ നല്ല വശവും
ബാൻഡിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് അടിക്കുക. ഇനി നമുക്ക് ബാൻഡ് ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രില്ല് വെക്കാം. ഫ്രില്ല് വെക്കണ്ടിട്ട് നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്യും. അമ്പത്തായിട്ട് ഇത് വെച്ചിട്ട് കുറച്ചായിട്ട് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. ഫ്രില്ലെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ അത് പതിച്ചടിക്കുന്നു. ഫ്രില്ലിൻ്റെ മേലത്തെ പാവാടേൻ്റെ മേലേക്കായിട്ട് പതിച്ചടിക്കുന്നു. അല്ലാണ്ട് ഫ്രില്ല് പൊന്തിക്കിടക്കും. അതിന് പകരം നമ്മൾ ഫ്രില്ലിൻ്റെ രണ്ടും വെച്ചതിന് ശേഷം പതിച്ചടിക്കുന്നു.